നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. 2025 ഓഗസ്റ്റ് മാസം 27-ാം തീയതി 1201 ആണ്ട് ചിങ്ങമാസം 11-ാം തീയതി ബുധനാഴ്ച. ഇന്ന് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രം, ബുധനാഴ്ച, ഇതെല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന സമയമാണ്. അപ്പോൾ ചിത്തിര നക്ഷത്രമാണ് ഇന്ന് ഫുള്ളായിട്ടുള്ളത്. അപ്പോൾ ആരംഭത്തിൽ ആ നക്ഷത്രം അത്തത്തിൻ്റെ ആരംഭം വരുമെങ്കിലും ചിത്തിര നക്ഷത്രമാണ് ഇന്നത്തെ ദിവസം ഫുള്ളായിട്ട് ഉള്ളത്. അപ്പോൾ നമുക്ക് ചിത്തിര നക്ഷത്രം തന്നെ എടുക്കാം. അപ്പോൾ ശുഭനക്ഷത്രമാണ് ചിത്തിര. മാത്രമല്ല ബുധനാഴ്ച. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ നല്ല ദിവസമാണ്, ഭാഗ്യദായകമായ ഒരു ദിവസമാണ്, ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും അനുകൂലപ്രദമായ ഒരു ദിവസമാണ്. അപ്പം നമുക്കിന്ന് എന്ത് ശുഭകാര്യത്തിന് വേണോ ഇറങ്ങാം. പുതിയ എന്തെങ്കിലും സംരംഭം തുടങ്ങാനാവട്ടെ, അല്ലെങ്കിൽ പുതിയ കൊട്ടേഷൻ വല്ലതും കൊടുക്കാനാവട്ടെ, അതേപോലെ ബിസിനസ് വല്ലതും സ്റ്റാർട്ട് ചെയ്യാനാവട്ടെ, ഇങ്ങനെ പുതിയ സംരംഭങ്ങൾക്കെല്ലാം അനുകൂലപ്രദമായ ഒരു ദിവസമാണ്. അപ്പോൾ ദിവസത്തെ മാക്സിമം വിനിയോഗിക്കുക. അതുപോലെ ചിങ്ങമാസത്തിലെ ചിത്തിര നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ഉദ്യോഗമില്ലാത്ത ആളിന് ഉദ്യോഗത്തെ കൊടുക്കും, ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്ക് ഉദ്യോഗ കയറ്റം കിട്ടും, രണ്ടുമല്ലാത്ത ആളുകൾക്ക് തത്തുല്യമായ പദവിയെ കൊടുക്കും, പഠിത്തത്തിലേക്ക് പോകുന്നവർക്ക് വിദ്യാവിജയം ഉണ്ടാവും, പുതിയ സബ്ജക്റ്റുകൾ എടുത്ത് പഠിക്കാൻ അല്ലെങ്കിൽ ഉപരിപഠനത്തിന് പോകാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂലപ്രദമായ അവസ്ഥയുണ്ടാവും, ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനോ ശ്രമിക്കുന്നവർക്ക് അനുകൂലപ്രദമായ അവസ്ഥകൾ വന്നു ചേരും. അപ്പോൾ ഈ വർഷത്തെ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. ഇന്ന് രാഹുകാല സമയം 12 മണി മുതൽ 1:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രാഹുകാല സമയം സ്റ്റാർട്ട് ചെയ്യുന്നത് 12:26 തൊട്ടേ തുടങ്ങുകയുള്ളൂ. 1:56 വരെ രാഹുകാല സമയമുണ്ട്. അപ്പോൾ രാഹുകാല സമയം നമുക്ക് ഒരു പ്രധാനമായിട്ട് യാത്രയ്ക്കെടുക്കരുത്, ശുഭയാത്രയ്ക്ക് നല്ലതല്ല. ഒരു കാര്യത്തിന് എടുക്കാൻ പാടില്ലാത്ത 2 സമയങ്ങളുണ്ട്, യമകണ്ഠ കാല സമയവും ഗുളിക കാല സമയവും. അപ്പോൾ ഗുളികൻ്റെ സമയം പറഞ്ഞത് 10:54 തൊട്ട് 12:26 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് ശരിക്ക് രാവിലെ 7:51 തൊട്ട് 8:22 വരെ, 7:52 തൊട്ട് 9:22 വരെ പറഞ്ഞ സമയവും നമുക്ക് ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തം വന്നിട്ടുണ്ട്. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12:02 തൊട്ട് 12:50 വരെ, 48 മിനിറ്റ് നേരം. ഇതിനിടയ്ക്ക് ഒരു 4 മിനിറ്റ് ഒഴിച്ച് 44 മിനിറ്റും നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് പോകുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. അത് വളരെ പ്രാധാന്യമുണ്ട്. പച്ച കളർ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. അത് ശരിക്കും ഒരു കർച്ചീപ്പായിട്ടെങ്കിലും കയ്യിൽ കരുതുന്നത് പ്രപഞ്ചത്തിൽ നിന്ന് ബുധൻ്റെ പവർ നമ്മളിലേക്ക് ആഗിരണം ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.